യുഎഇയിൽ പലയിടത്തും നമുക്ക് ഇതുപോലുള്ള റമദാൻ ടെന്റുകൾ കാണാം. ഇഫ്താർ വിതരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ടെന്റുകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. റമദാൻ ആരംഭിച്ചു കഴിഞ്ഞ് റമദാൻ അവസാനിക്കുന്നത് വരെ ഈ ടെന്റുകൾ വൈകുന്നേരങ്ങളിൽ വളരെ സജീവമായിരിക്കും. പല പള്ളികളിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഒരുക്കിയിട്ടുള്ളത്. പള്ളികളോട് ചേർന്ന് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെയാണ് ഇഫ്താർ ടെന്റുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ടെന്റുകൾ ഒരുക്കുന്നതിന് ദുബായ് മുനിസിപ്പാലിറ്റി കർശന നിർദ്ദേശങ്ങളും നിബന്ധനകളും വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അപേക്ഷ നൽകി അത് വ്യക്തികളുടെയും അതോടൊപ്പം തന്നെ സംഘടനകളുടെ രജിസ്റ്റേർഡ് സംഘടനകളുടെയും ഒക്കെ വിവരങ്ങളൊക്കെ നൽകുന്നവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ടെൻറ്റ് നിർമ്മിക്കാനും ടെൻറ്റ് നടത്താനുമൊക്കെ അവകാശം ഉത്തരവാദിത്വം നൽകിയിട്ടുള്ളത്. മാത്രമല്ല അവിടെ വേണ്ടുന്ന സൗകര്യങ്ങൾ, അത് വെള്ളമടക്കമുള്ള അല്ലെങ്കിൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും അതിനും നിബന്ധനകളുണ്ട്. വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾക്ക് ദേവയിൽ നിന്ന്, ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്നുള്ള നിർദ്ദേശമുണ്ട്. മാത്രമല്ല ഈ സിവിൽ ഡിഫൻസ് പോലുള്ള അല്ലെങ്കിൽ ഫയർ ഫോഴ്സ് പോലുള്ള വകുപ്പുകളിൽ നിന്ന്, പോലീസ് അടക്കമുള്ള വകുപ്പുകളിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം ഇതിൻ്റെ പ്രവർത്തനത്തിനൊക്കെ തന്നെ. ഇങ്ങനെ ഇതിപ്പോൾ കാണുന്നത് ദുബായിലെ അൽ നഹ്ദയിലാണ്. ഈ അൽ നഹ്ദ തൊട്ടപ്പുറത്ത് നമുക്ക് കിസൈസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ തന്നെ പള്ളികളിൽ ഇങ്ങനെ കാണാം. പൊതു ഇടങ്ങളിലും മുനിസിപ്പാലിറ്റി ഇത്തരത്തിലുള്ള അനുമതി നൽകുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറയ്ക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ നോമ്പ് തുറ വിഭവങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുക. അത് സന്നദ്ധ സംഘടനകളുണ്ടാകും. അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇവയൊക്കെ തന്നെ നടത്തുക. ദുബായിലെ കിസൈസിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.